ഈ കഥ ഒരു അമ്പലത്തിൽ വെച്ചാണ് തുടങ്ങുന്നത്. എന്റെ കണ്ണാ, നീ വീണ്ടും എന്നെ പറ്റിച്ചു. ഞാൻ ഇനി നിന്നോട് മിണ്ടില്ല. ഇതാരാ? ബാലമോളോ? ഇതാരാ? പൂജാരിയോ? സുഖമാണോ മോളെ നിനക്ക്? അതെ പൂജാരി, എനിക്ക് സുഖമാണ്. പൂജാരിക്കും കുടുംബത്തിനും സുഖം തന്നെയല്ലേ? അതെ. ഇന്ന് എന്താ വിശേഷിച്ച്? ഒന്നുമില്ല, എന്നത്തെയും പോലെ ഓരോ പരാതികൾ പറയാനായിരുന്നു വന്നത്. ഓ, ഇതാ മോളുടെ പ്രസാദം. ശരി തിരുമേനി, ഞാൻ പോവുകയാണ്. ഉണ്ണിക്കണ്ണ, ഞാൻ പറഞ്ഞ കാര്യം മറക്കരുതേ. ഇതാണ് നമ്മുടെ കഥാനായകി. പേര് ശ്രീബാല. ആളിപ്പോ പഠിത്തമൊക്കെ പൂർത്തിയാക്കി ഇപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നു. ശ്രീബാല, ഒന്ന് നിന്നേ. ഇതാര്? ദയോ, സുഖമാണോ? ആടാ, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. നിനക്ക് സുഖം തന്നെയല്ലേ? സുഖം. നീ ഇത് എവിടെ പോവുകയായിരുന്നു? അതോ, ഇന്ന് ഏട്ടൻ വരുന്നുണ്ട്. 4 വർഷത്തിന് ശേഷമാണ് കാണാൻ പോകുന്നത്. ഏട്ടന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവുകയാണ്. നീ എവിടെ പോയിരുന്നു? അതോ, ഞാൻ അമ്പലത്തിൽ വരെ പോയിരുന്നു. എന്നാൽ ശരി, ഞാൻ പോവുകയാണ്. കുറെ സാധനങ്ങൾ വാങ്ങാനുണ്ട്. ശരിയടി, നീ ചെല്ല്, ഞാനും പോവുകയാണ്. ഇത് ദയ വാസുദേവ്, ശ്രീബാലയുടെ കൂട്ടുകാരി. രണ്ടുപേരും ഒരുമിച്ചാണ് പഠിച്ചിരുന്നത്. ദയ ഇപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ആൾ ഇത്തിരി തിരക്കാട്ടോ. അമ്പലത്തിൽ പോയ മഹാറാണി വന്നോ? എന്താണ് ഇത്രയും താമസിച്ചത്? താമസിച്ചു പോയത് കൊണ്ട് മുത്തശ്ശിക്ക് എന്താ? ഞാൻ അമ്പലത്തിൽ പോയ, അല്ലാതെ എന്റെ കാമുകനെ ഒന്നും കാണാൻ പോയതൊന്നുമല്ല. ലക്ഷ്മി, നീ ഇത് കേട്ടില്ലേ നിന്റെ മോള് പറയുന്നതെന്നോ? എന്താ ബാല ഇത്? നിനക്കെന്താ മിണ്ടാതിരുന്നൂടെ? ഞാനല്ല അമ്മേ, മുത്തശ്ശിയാ കാര്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ, നീ മുറിയിലോട്ട് പോ, ചെല്ല്. ശരി അമ്മേ, ഞാൻ മുറിയിലോട്ട് പോവുക. അവളുടെ അഹങ്കാരം കണ്ടില്ലേ? എല്ലാം വളരെ ദോഷം. അല്ലാതെ ഞാൻ എന്ത് പറയാനാ? നിന്നെ പറയാൻ മതി ലക്ഷ്മി. മതി അമ്മേ, കുറെ നേരമായി. ബാലമോൾ എന്താ അമ്മയെ ചെയ്തത്? കുഞ്ഞുനാൾ മുതലേ അമ്മയ്ക്ക് അവളെ കണ്ടുകൂടാ. എന്റെ മോൾ എന്ത് തെറ്റാ ചെയ്തത്? ഇനി അമ്മ എന്റെ മോളെ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അമ്മ ഈ വീട്ടിൽ കാണില്ല, ഓർത്തോ? ഇത് ലക്ഷ്മി, ശ്രീബാലയുടെ അമ്മ. പിന്നെ ഈ നിൽക്കുന്ന ആളാണ് ശ്രീബാലയുടെ മുത്തശ്ശി. ഇനി 2 പേർ കൂടിയുണ്ട് ഈ കുടുംബത്തിൽ. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വരെ പരിചയപ്പെടാം. അപ്പോൾ എല്ലാവർക്കും ബൈ.